ആത്മഹത്യ ചെയ്യുന്ന ദിവസേ രാത്രി ഒരു 6 മണി മുതൽ 7 കഴിഞ്ഞ് 7 കഴിഞ്ഞ് 8 മണി വരെ ഇവിടെ ഇരിക്കുന്നുണ്ടവൻ. എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ ഇരിക്കാനൊക്കെ സൗകര്യമുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. ഇരുന്നിട്ട് ഇതുപോലെ ഓൻ്റെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രശ്നങ്ങൾ ഓനെ കൊണ്ട് ചെയ്യിക്കണതും ഓനെ കൊണ്ട് വേണ്ടാത്തരം ചെയ്യിക്കുക, ഓനെ മദ്യം കൊടുത്തുങ്ങാണ്ട് ഓനെ കൊണ്ട് ഇടിപ്പിക്കുക, തല്ലിക്കുക. അങ്ങനെ ഭാര്യനും ഓനും ഒരുമിച്ച് ഒരു വീട്ടിൽ ഉറങ്ങാനയക്കൂല. ഓളും അവരും പോലീസുകാരത്തിയാണ്. അപ്പൊ അവരെ ഇവന് രാത്രിയാണെങ്കിൽ ഡ്യൂട്ടി, അവർക്ക് പകല് ഡ്യൂട്ടി. അങ്ങനെ രണ്ടാളും ഒരുമിപ്പിക്കാൻ അവരെ അയക്കൂല. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു അവന്റെ പറച്ചില്. പിന്നെ ഇവിടുന്ന് പോയി ഞാൻ പാണ്ടിയാട് പറഞ്ഞ സ്ഥലത്ത് ഇവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ട്. അവിടെ കൊണ്ടുപോയി വിട്ട് ഓൻ വീട്ടിലേക്ക് പോയി. ഞാനിങ്ങോട്ടും തിരിച്ചു പോന്ന്. പിന്നെ രാവിലെ ഞാൻ കേൾക്കുന്നത് ആത്മഹത്യ ചെയ്തു എന്നാ. അതുപോലെ ഓന് ഒരു പുസ്തകത്തിൽ എന്തോ എഴുതി വെച്ചിരുന്നു. അതൊക്കെ ഞാൻ നാളെ കാണിച്ചിട്ട് നാളെ വരണ്ട് എന്നൊക്കെ പറഞ്ഞു പോയത് അവിടുന്ന്. അത് വായിക്കുമ്പോ അറിയും എന്താണ് എഴുതിയത്. എന്നോട് പറഞ്ഞിട്ടില്ല. അതൊക്കെ എനിക്ക് ഞാൻ കൂടുതൽ കാണിച്ചു തരുന്നുണ്ട്. എന്നിട്ട് പറയാം ജോലി രാജി. അവനോട് പറഞ്ഞു നമുക്ക് ജോലി രാജി വെച്ചിട്ട് എൻ്റെ ഒപ്പം കൂടിക്കോ, നമുക്ക് ഫാമായിട്ട് ഇവിടെ ഇങ്ങനെ കൂടാ. എനിക്കൊരു ഫസ്റ്റ് ഫാം ഉണ്ട് ഇവിടെ, വിൽപ്പനയും കറവും കൂടിയായിട്ടാണ്. അപ്പൊ അതിൽ കൂടിക്കോ എന്നൊക്കെ പറഞ്ഞ് ജോലിയാണ് ഒഴിവാക്കിക്കളാ. എന്തിനാ അത്ര ബുദ്ധിമുട്ടിക്കാണ്ട് അത്രയും ജോലിയൊക്കെ ചെയ്യണ് എന്നൊക്കെ പറഞ്ഞുകാണ്ട് ഇങ്ങനെ ഇരിക്കുന്നൊരു ഇതുണ്ടായിരുന്നു. അത്രയൊക്കെ. കൂടുതൽ നമുക്ക് പിന്നെ കൂടുതൽ സംസാരിക്കണമെങ്കിൽ ഇനിയിപ്പോ ആലോചിച്ച് പറയണം. കാരണം കൂടുതലായിട്ട് എനിക്കിപ്പോ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. ഇത്തരം കാര്യങ്ങളൊക്കെ ഓൻ പറഞ്ഞിരുന്നു. പിന്നെ ഓനെ കൊണ്ട് വേണ്ടാത്തരം ചെയ്യിക്കുമ്പോ ഓന് കുറെ പ്രായം ചെന്നപ്പോതേ മടുത്തിരുന്നു. ഓന് കുറെ പ്രായമായല്ലോ. ലാസ്റ്റ് വർഷമായിരുന്നു. ആരോഗ്യം നഷ്ടപ്പെടൽ തുടങ്ങിയിരുന്നു. അപ്പൊ വീണ്ടും ഓനെ നിർബന്ധിക്കുമ്പോ അതിന് പോകാൻ സാധിക്കാത്ത സമയങ്ങളിലേ ഇവിടെ ഈ വല്യോട് പറഞ്ഞ അന്ന് ജനവാസമൊന്നുമില്ല സ്ഥലമല്ല. അവിടെ കൊടുത്തിട്ട് ഈ പ്രതികളെ ആ റബ്ബർ തോട്ടത്തിലിട്ട് ഓനും ഓന്റെ ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ എടുപ്പിക്കുമോ. ഓനതിനൊന്നും കഴിയാത്ത സമയം വന്നപ്പം പോലീസിൽ നിന്ന് പിന്നെ ഓന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഓന് പീഡനങ്ങൾ മാത്രമേ. പിന്നെ അനുസരണക്കേട് കാണിക്കൽ തുടങ്ങി. അപ്പൊ പിന്നെ ഓനെ കൊണ്ട് കഴിയാത്തൊരു സന്ദർഭം വരുമ്പോഴാണല്ലോ ഇപ്പൊ അവനാന്റെ ശരീരത്തിന് കഴിയാത്തൊരു സന്ദർഭം വരുമ്പോഴാണല്ലോ ഇതൊക്കെ ചിന്തിക്കൽ. ഇന്നെ കൊണ്ട് കഴിയൂല, ഇനി ഞാനത് ചെയ്യൂല. അങ്ങനത്തെ ഒരു വാശി ഓന് വന്നപ്പോ ഓനത് തുറന്നു പറയുമോ. എന്ത് പേടിയാവോ, എന്തൊക്കെയോ പേടി ഓനുണ്ടായിരുന്നു. പ്രതികളെ എവിടുന്നെങ്കിലും ഒക്കെ പിടിച്ചുകൊണ്ടിരും ഓരോ കേസിലേ. എന്തൊക്കെ ചെയ്യാൻ ഏത് കാര്യത്തിന്റെ പ്രതികളെയും ഓൻ്റെ അടുത്തൊക്കെ കൊണ്ടുവരും. പീഡനം, അതായത് ഈ ഡിപ്പാർട്ട്മെന്റിൽ എന്തായിരിക്കും അറിയങ്ങൾ. ഓരോരോ പോലീസുകാർ ഓരോരോ ഇതിൽ ഉണ്ടാവും. എല്ലാരും ഒന്നും എല്ലാരും തല്ലൂല. കയ്യറപ്പില്ലാത്ത കുറെ ആൾക്കാരുണ്ടാവും. ഓൻ പറഞ്ഞ അറിവാണ് കേട്ടോ. അതിൽ പെട്ടൊരു ആളായിരുന്നു ഓൻ. അപ്പൊ അതിൽ പെട്ട് ഓനും പിന്നെ ശാരീരികമായിട്ട് ആരോഗ്യക്കുറവ് വരവ് തുടങ്ങി. അപ്പൊ ഓന് ഇതിനൊക്കെ മടിക്കൽ തുടങ്ങി. അന്നു മുതലാണ് ഓൻ ഈ പീഡനങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം. ഓനെ അങ്ങോട്ട് മാറ്റിയിട്ടും ഇങ്ങോട്ട് മാറ്റിയിട്ടും തട്ടിക്കളി തുടങ്ങലൊക്കെ കാരണം അതാണ്. പിന്നെ ആത്മഹത്യ ചെയ്യണതിനെ സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നോട്. ഞാൻ ചെയ്യുന്ന ഒരു സൂചന തന്നു എന്നല്ലാതെ ചെയ്യുമ്പോഴേ എനിക്ക് വിവരങ്ങളൊക്കെ അറിയുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു ബുക്ക് ഉണ്ടാവും, വായിച്ചു നോക്കോണ്ടി. ആ ബുക്ക് വായിച്ചാലും അറിയാം. ഞാൻ നാളെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ തന്നെ കൊടുന്നു തരണ്ട എനിക്ക് ഇതൊക്കെ. അപ്പോഴേ എനിക്ക് കുഴിവാറ്. എനിക്കിത് ഓന് സംസാരം വേണ്ട മാതിരി ഒരു തിരിയാത്ത രൂപത്തിലോ സംസാരിച്ചിരുന്നതേ. അപ്പൊ സംസാരിച്ചുകാണ്ട് ആരും ഒന്നും ബോധിപ്പിക്കാൻ കഴിയൂലോ. ഒരു വിക്ക് മാതിരി ഒരു കൊഞ്ഞപ്പട മാതിരി ഒരു സംസാരമായിരുന്നു ശ്രീമോനെ. ഓന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരല്ലാതെ ആരാ മനസ്സിലാവണില്ലേ? ഇല്ലല്ല, അതൊന്നും കൂടുതൽ സംസാരിക്കാൻ പിറ്റേന്ന് വരാമെന്നും പറഞ്ഞു പോയതാ. പിന്നെ അപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചാല് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. SP ആണ് കൂടുതലും ഇത് ചെയ്യിച്ചിരുന്നത്. അവിടുന്ന് എവിടുന്നെങ്കിലുമൊക്കെ പ്രതികളെ കിട്ടിയാൽ തല്ലാൻ ഓനായിരുന്നു. അത് കൂടുതൽ എനിക്ക് പറയാൻ കഴിയൂല. അങ്ങനെയൊന്നും വിട്ടു. ഇപ്പൊ മാറി SP. ഇപ്പൊ നമ്മളവിടുന്ന് 1.5 വർഷമായില്ലേ ഇപ്പൊ മാറിയിട്ട്. ആ SP ഇപ്പൊ അത്രയൊക്കെ പറയുള്ളൂ. നമുക്ക് വേണ്ടമാതിരിയൊക്കെ പിന്നെ ഇവരുടെ ബന്ധുക്കൾക്ക് അറിയണമല്ലോ. കാരണം അന്ന് ബന്ധുക്കളോട് ഞാനൊക്കെ അന്ന് ശവസംസ്കാരം അവിടുന്ന് കഴിക്കണ സമയത്ത് അവിടെ ഉണ്ട് ഞാൻ തൂങ്ങി കൊടുത്തുന്നത്.
ആ സമയത്ത് ഇവർ ഈ ബുക്കുകളൊക്കെ കയ്യിലാക്കിയിരുന്നു പോലീസ്. അതൊക്കെ എവിടെ പോയി എന്നില്ല ഓരിപ്പോഴും ചോദിക്കാറുണ്ട്. ഓർക്കൊരു ജവാബും കിട്ടിയില്ല. അപ്പൊ അവരുടെ ഭാര്യക്കിന്റെ ജോലി നഷ്ടപ്പെടും എന്നും പറഞ്ഞിട്ട് അതിനൊന്നും മുണ്ടിയില്ല അവർ. അന്ന് ഓന്റെ ഡയറി കയ്യിലാക്കിക്കണ്, ആത്മഹത്യക്കുറിപ്പ് ഉണ്ടായിരുന്നു. അതൊന്നും ഓർക്ക് ആർക്കും പിന്നെ അത് കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല. അതേല് പോയി എന്ന് ആർക്കും അറിയില്ല. ആരും ചോദ്യം ചെയ്യാൻ പേടിയായിരുന്നു. കാരണം ഇവളെ ജോലിക്കും കൂടി ബാധിക്കൂല. ആ കുട്ടികളെ ചെറിയ കുട്ടികളാണ്, അവരൊക്കെ പോറ്റണമെങ്കിൽ ഇവളെ ജോലിക്കും കൂടി ബാധിച്ച പോലും വേറെ വരുമാനമൊന്നുമില്ല. അപ്പൊ ആ ലെവലിൽ ഇപ്പൊ അത് കൂടുതൽ അന്വേഷിക്കാൻ ആരും മുതിർന്നിട്ടില്ല, അന്വേഷിപ്പിക്കാനും മുതിർന്നിട്ടില്ല. ഇവിടെ വന്ന ഇങ്ങനെ ഓരോ സങ്കടങ്ങൾ അങ്ങനെ പറയുന്നല്ലാതെ ഞാൻ പറയുന്നത് ഒഴിവായിക്കള, ജോലി രാജിവെച്ചള. ആണല്ലേ നമ്മൾ, ആണുങ്ങൾക്ക് ഇപ്പൊ എന്തൊക്കെ ജോലി ചെയ്യാ? എന്തിനത്ര ഗതികെട്ട് ആ ജോലി ചെയ്യുന്നത് എന്നൊക്കെ ഞാനൊരു ഉപദേശം കൊടുക്കും ചെയ്യും.